ഓരോ സീസൺ ബിഗ് ബോസ് വരുമ്പോഴും മോഹൻലാൽ മാറുമോ മോഹൻലാൽ മാറുമോ മോഹൻലാൽ മാറുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇവ ചോദിക്കുന്നവരോട് ഞാനൊരു വാക്ക് പറയട്ടെ. മോഹൻലാലും ഏഷ്യാനെറ്റും കൂടി കോടികളുടെ ബിസിനസ്സാണ് നടത്തുന്നത്. ആ കോടികളുടെ ബിസിനസ് വേണ്ടാന്ന് വെച്ചിട്ട് ഏഷ്യാനെറ്റും പോവില്ല, മോഹൻലാലും പോവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. മോഹൻലാൽ മരിക്കുന്നവരെ ഈ ബിഗ് ബോസ് അദ്ദേഹം ആങ്കർ ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വലിയ വലിയ പടങ്ങളാണ് എടുക്കുന്നത്. ആ പടങ്ങളൊക്കെ നല്ല വിലയ്ക്കാണ് ഏഷ്യാനെറ്റ് വാങ്ങിക്കുന്നത്. ഏഷ്യാനെറ്റ് വാങ്ങിക്കുക തന്നെയല്ല, ജിയോ ഹോട്ട്സ്റ്റാറിൽ ആ പടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ ഒരു പടം അനൗൺസ് ചെയ്താൽ എത്ര കോടി വേണം, ആ കോടി നമ്മുടെ പെരുമ്പാവൂർ പറഞ്ഞാൽ പെരുമ്പാവൂരിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അപ്പോൾ വന്നു. 10 പൈസ വേണ്ട മോഹൻലാൽ ഒരു പടം അനൗൺസ് ചെയ്താൽ ഷൂട്ടിംഗ് തുടങ്ങി അവസാനിപ്പിക്കാനായിട്ട്. ആ പടം ഏഷ്യാനെറ്റാണ്. അത് വലിയ കോടികളുടെ ബിസിനസ്സാണ്. പിന്നെ അതുമല്ല, ആ കോടികളുടെ ബിസിനസ് വിട്ടിട്ട് ഇപ്പോൾ ലാലേട്ടൻ വേറെ പ്രൊഡ്യൂസർമാരെ പടത്തിൽ അഭിനയിച്ചാലും അതും ആ പടം ഏഷ്യാനെറ്റിലേക്ക് തന്നെ പോണത്. അത് മോഹൻലാലായിട്ടുള്ള ബന്ധത്തിൻ്റെ മുകളിൽ നല്ല പൈസ മോഹൻലാലിൻ്റെ പരിചയമുണ്ടെങ്കിൽ മേടിച്ച് ഒരു ഏഷ്യാനെറ്റിൽ നിന്ന്. അപ്പോൾ ഈ കോടികളുടെ ബിസിനസ് വിട്ടിട്ട് മോഹൻലാൽ ബിഗ് ബോസ് വിട്ട് പോവോ? പിന്നെ ലാലേട്ടനോട് പലരും പറഞ്ഞു, നിങ്ങൾക്ക് ഈ ബിഗ് ബോസിൽ പോകേണ്ട കാര്യമുണ്ടോ, നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങളെ പറ്റി പലരും ആ സീസൺ വരുമ്പോൾ ഒരുപാട് മോശം കമൻറ്റുകളും ഓരോരുത്തരൊക്കെ പറയുന്നുണ്ട്, ബുദ്ധിജീവികൾ വരെ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് ലാലേട്ടൻ പറഞ്ഞ ഉത്തരവെന്നുള്ളൂ. ഞാൻ ആദ്യത്തിൽ വലിയ ഇഷ്ടപ്പെട്ടു പോയതല്ല, പക്ഷേ ഞാൻ ചെന്ന് പെട്ടുപോയി. എൻ്റെ സൗഹൃദത്തിൻ്റെ ബന്ധത്തിൻ്റെ മുകളിൽ ഞാൻ ചെന്ന് പെട്ടുപോയപ്പോഴാണ് എനിക്കതൊരു ഭയങ്കര ലഹരിയായിട്ടും മാറിയത്. ചില ആൾക്കാർക്കുണ്ട് സിനിമ കാണൽ ലഹരി, ലോട്ടറി എടുക്കൽ ലഹരി, അതുപോലെ പല ഹാബിറ്റുകളുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ലാലേട്ടന് ബിഗ് ബോസ് ഒരു ലഹരിയാണ്. നമ്മളൊക്കെ ബിഗ് ബോസ് സീസൺ എന്ന് വരും നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ ലാലേട്ടൻ ചിന്തിച്ചിരിക്കുന്നുണ്ട്. എന്നാണ് ബിഗ് ബോസ് തുടങ്ങുന്നത്, എത്ര ദിവസമുണ്ട്, എങ്ങനെയുണ്ടെന്ന് ലാലേട്ടൻ വളരെയധികം കണക്ക് കൂടിയാണ് ലാലേട്ടൻ ഇരിക്കുന്നത്. ലാലേട്ടൻ അതൊരു ലഹരിയാണ്. ബിഗ് ബോസ് ഒന്ന് ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെല്ലുക, 10-25 വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരെ ആയിട്ട് കൂടുതൽ സംസാരിക്കുക, അവരെ വഴക്ക് പറയുക, അവരെ നേരെ ചുവ നടത്തുക. അത് ലാലേട്ടനൊരു ലഹരിയാണ്. സിനിമയിൽ ആ ലഹരി കിട്ടില്ല. സിനിമയിലെന്ന് പറഞ്ഞാൽ അത് എഴുതി വെച്ച തിരക്കഥ അതേപോലെ കൊണ്ടുപോകണം. ഇവിടെ അതല്ല. ഇവിടെ ലാലേട്ടൻ ഒരു പ്രത്യേക ഒരു സുഖമാണ്. ഈ ആഴ്ചയിൽ ഒരു ദിവസം വന്നാൽ മതിയല്ലോ, നല്ല പൈസയും കിട്ടും. പിന്നെ ഇപ്പം എന്തിനാണ് ലാലേട്ടൻ ബിഗ് ബോസ് അവസാനിപ്പിക്കുന്നത്? ബിഗ് ബോസിൻ്റെ നെടുന്തൂണാണ് ലാലേട്ടൻ പോയ ബിഗ് ബോസ് വേറെ ഇല്ല. ഇനിയിപ്പോൾ മമ്മൂട്ടിയോ മമതിയോ സുരേഷ് ഗോപിയോ അതുപോലെ തന്നെ മുകേഷോ ആരും വരില്ല. മോഹൻലാൽ എന്ന് വേണ്ടാന്ന് വയ്ക്കുന്നോ അന്ന് മാത്രമാണ് ഇത് മോഹൻലാലിനെ അവർ വേണ്ടാന്ന് വയ്ക്കുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടനായിട്ട് ഏഷ്യാനെറ്റും ഹോട്ട്സ്റ്റാറൊക്കെ കൂടിയിട്ട് കോടികളും മറയുന്ന ബിസിനസ്സാണ് നടക്കുന്നത്. ആ ബിസിനസ് വിട്ടിട്ട് ലാലേട്ടന് ബിഗ് ബോസിൽ വേണ്ടാന്ന് പറഞ്ഞ് പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ 10ാമത്തെ സീസണായാലും 100ാമത്തെ